നായകനോ വില്ലനോ എന്നതല്ല മമ്മൂട്ടി എന്ന സിനിമാദാഹിയുടെ ഇപ്പോഴത്തെ പ്രയോറിറ്റി. അതുകൊണ്ട് തന്നെയാണ് കൊടൂര വില്ലനായ സൈനൈഡ് മോഹനായി മമ്മൂട്ടി തിരശ്ശീലയിലേക്ക് എത്തുന്നു എന്ന റൂമറുകൾ ശക്തമായി വരുന്നത്. മമ്മൂട്ടിയുടെ വില്ലൻ കഥാപാത്രത്തെ കണ്ട് ധരിച്ചു നിന്നിട്ടുണ്ട് കേരളക്കര. ഈ ചിത്രത്തിന്റെ ട്രെയിലർ വന്നതിന് ശേഷം സെർച്ച് എഞ്ചിനുകളിൽ നിറഞ്ഞു നിന്നത് കണങ്കാവൽ എന്ന് പറയുന്ന ചിത്രമായിരുന്നില്ല. സ്ത്രീകളുടെ സ്വപ്നങ്ങളെ ഒരു മരുന്ന് കഷ്ണത്തിന്റെ ചോർപ്പിൽ തകർന്നെറിഞ്ഞ് മറഞ്ഞു കളഞ്ഞ സൈനൈഡ് മോഹൻ. ആ സൈനൈഡ് മോഹനായാണ് ഇപ്രാവശ്യം മമ്മൂക്കയുടെ പകർന്നാട്ടം. 2007 മെയ് 29 ബാംഗ്ലൂർ KSRTC ബസ് സ്റ്റാൻഡിലെ വിശ്രമ മുറിക്ക് പുറത്ത് കൂട്ടം കൂടി നിന്ന സ്ത്രീകൾ നേരം ഒരുപാട് കഴിഞ്ഞിട്ടും തുറക്കാതിരുന്ന ശുചിമുറിയുടെ വാതിൽക്കൽ ബഹളം വയ്ക്കാൻ തുടങ്ങി. പലരും വാതിലിൽ മുട്ടി വിളിച്ചു. പക്ഷേ അകത്ത് കയറിയ സ്ത്രീ പുറത്തിറങ്ങിയില്ല എന്ന് മാത്രമല്ല, അവരുടെ അനക്കം പോലും കേൾക്കാനില്ല. സഹികെട്ട കൂട്ടം ആ വാതിൽ ബലമായി തള്ളി തുറന്നു. അകത്തെ കാഴ്ച കണ്ട് ഏവരും ധരിച്ചു നിന്നു. സുന്ദരിയായ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നു. വിവരം പറഞ്ഞ് പോലീസ് എത്തി പരിശോധിച്ചെങ്കിലും അവർ ആരാണെന്ന് തെളിയിക്കുന്ന ഏതൊരു അടയാളങ്ങളും കണ്ടെത്താനായില്ല. ശുചിമുറിയിൽ മരണം പൂകിയ അജ്ഞാത യുവതി കാസർഗോഡ് ഉപ്പള സ്വദേശിനിയായ സംഗീത അധ്യാപിക പൂർണിമ. അന്വേഷണത്തിൽ പൂർണിമയുടേത് ആത്മഹത്യയെന്ന് പോലീസ് തീർപ്പെഴുതി. എങ്കിലും ആത്മഹത്യ ചെയ്യാൻ എന്തിനാ അധ്യാപിക ബാംഗ്ലൂർ വരെ പോയി? ചോദ്യങ്ങൾ അവശേഷിച്ചെങ്കിലും അതിന് ഉത്തരം എത്തി നിന്നത് ഇരുട്ടിലായിരുന്നു. 2009 ജൂൺ 18. മറ്റൊരു കാലം, മറ്റൊരു ദേശം. കർണാടകത്തിലെ ഇന്റർസിറ്റി ബസ് സ്റ്റാൻഡിൽ അതേ സാഹചര്യത്തിൽ സമാനമായ രീതിയിൽ മറ്റൊരു യുവതി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. കല്യാണ വസ്ത്രവും കഴുത്തിൽ താലിയും നെറ്റിയിൽ സിന്ദൂരവും അണിഞ്ഞ ഒരു 22കാരി. അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ പോലീസിന് ഏതൊന്നും ലഭിച്ചില്ല. 2009 ജൂൺ 17 ബാംഗ്ലൂരിൽ നിന്ന് 140 കിലോമീറ്റർ അകലെയുള്ള ബണ്ടുവലിയിൽ അനിത എന്നൊരു സ്ത്രീയെ കാണാതെ സംഘപരിവാർ ഹിന്ദുത്വ പരീക്ഷണശാലയായി കണ്ടിരുന്ന ബണ്ടുവാലിയിൽ ആ തിരോധാനം ചെറിയ പുകലല്ല ഉണ്ടാക്കിയത്. പ്രദേശത്തെ മുസ്ലിം പയ്യന്മാർ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോകുന്ന കിൻവന്തികൾ എളുപ്പം കത്തിപ്പടർന്നു. വർഗീയ കലാപങ്ങൾക്ക് ചെറിയ സ്പാർക്ക് മാത്രം ആവശ്യമുള്ള ദേശത്ത് ലവ് ജിഹാദ് എന്ന ആരോപണം കലാപ സമാനമായ സാഹചര്യമാണ് ഉണ്ടാക്കിയത്. മുഖ്യമന്ത്രി അടക്കം ഉന്നതരെല്ലാവരും സ്ഥലത്തെത്തി. അനിതയെ കണ്ടെത്താനായി ഫോൺ പരിശോധിച്ച പോലീസ് രാത്രികാലങ്ങളിൽ അവരിലേക്ക് വന്ന ഫോൺ കോൾ ഡീറ്റെയിൽസിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. ആ നമ്പറിന്റെ ഉടമയ്ക്ക് അനിതയുടെ തിരോധാനവുമായി ബന്ധമുണ്ടെന്ന് ഉറപ്പിച്ചു. ആളെയും കണ്ടെത്തി. മടിക്കേരിയിലുള്ള ശ്രീധർ, അയാളുടെ പേരുള്ള നമ്പറിൽ നിന്നാണ് നിരന്തരം അനിതയ്ക്ക് വിളികൾ വന്നത്. പോലീസ് ഉടനെ തന്നെ അയാളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. എന്നാൽ ആ നമ്പർ ഉപയോഗിച്ചിരുന്നത് അയാളുടെ സഹോദരിയായിരുന്നു. പേര് കാവേരി. പക്ഷേ പോലീസിനെ ഞെട്ടിച്ചത് കാവേരിയുടെ കോൾ ലിസ്റ്റ് ആയിരുന്നു. അനിതയുടേതിന് സമാനമായി കാവേരിയുടെ ഫോണിലും രാത്രികാലങ്ങളിൽ മണിക്കൂറുകളോളം നീണ്ടുനിന്ന സംസാരത്തിന്റെ രേഖകൾ ഉണ്ടായിരുന്നു. അനിതയിൽ തുടങ്ങിയ പോലീസിന്റെ പാച്ചിൽ 20 സ്ത്രീകളുടെ മരണത്തിന്റെ പേരിലാണ് തട്ടി നിന്നത്. ആ സംഭാഷണങ്ങളുടെ ഒക്കെ മറുപുറം രക്തദാഹിയായ ഒരു കില്ലറിലേക്ക്, സൈനൈഡ് മോഹനിലേക്ക്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിവാഹപ്രായം കഴിഞ്ഞ പെൺകുട്ടികളെ പ്രണയം നടിച്ച് കടത്തിക്കൊണ്ടുവന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം സൈനൈഡ് നൽകി കൊന്നുകളയുകയായിരുന്നു മോഹന്റെ രീതി. ദീർഘകാലം ഫോണിലൂടെ സംസാരിക്കും. വീട്ടുകാർ അറിയാതെ ദൂരദേശങ്ങളിലേക്ക് ഒളിച്ചോടി പോകാൻ നിർബന്ധിക്കുകയും വിവാഹം കഴിഞ്ഞ് അടുത്ത ദിവസം ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞ് ആഭരണവും പണവും മുറിയിൽ വെച്ച് പുറത്തിറങ്ങും. ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ കയ്യിൽ കരുതിയ സൈനൈഡ് കലർന്ന ഗുളിക ഗർഭദിനോദര ഗുളിക എന്ന പേരിൽ കഴിക്കാൻ നൽകും. ക്ഷീണമുണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് വിശ്രമ മുറിയിൽ വെച്ച് കഴിക്കാമെന്ന് ഒരു നിബന്ധനയും വയ്ക്കും. യുവതി അകത്ത് കയറി അരമണിക്കൂറുകളോളം നേരം അയാൾ അതേ പരിസരത്ത് ആരും ശ്രദ്ധിക്കാത്ത വിധം കറങ്ങി നടക്കും. മരണം ഉറപ്പുവരുത്തി തിരികെ മുറിയിൽ ചെന്ന് പണവും സ്വർണവുമായി കടന്നുകളയും. ശേഷം അടുത്ത ഏരിയയിലേക്ക്. മംഗളൂരുവിലെ കായിക അധ്യാപകനായിരുന്ന മോഹൻകുമാർ 2003 മുതൽ 2009 വരെയുള്ള കാലഘട്ടങ്ങളിൽ കൊന്നൊടുക്കിയത് 4 മലയാളി സ്ത്രീകളടക്കം 20 പേരെയാണ്. യഥാർത്ഥ സംഖ്യ 32 ആണെന്നാണ് മോഹന്റെ വാദം. പോലീസിന് ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞത് വെറും 20 കേസുകൾ മാത്രമാണ്. ഇന്ന് സൈനൈഡ് മോഹൻ കർണാടകയിലെ ജയിലിൽ വധശിക്ഷയും കാത്ത് ഇപ്പോഴും കഴിയുന്നുണ്ട്. മമ്മൂട്ടി തന്നെ നായകനായ സൈനൈഡ് മോഹന്റെ കഥയുമായി വീണ്ടും എത്തുമ്പോൾ അതിൽ പ്രതീക്ഷ നൽകുന്ന സിനിമാറ്റിക് മൊമെന്റുകൾ ഉണ്ടാകുമെന്ന് തീർച്ച.